കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് രക്ഷകനായി 2000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചു. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് കർത്താവ് നമുക്ക് രക്ഷയൊരുക്കേണ്ടതിനായി വന്നപ്പോൾ പാപം കൂടാതെ പിറന്ന് പാപമില്ലാതെ ജീവിച്ചു. 30-ാം വയസ്സിൽ സ്നാനമേറ്റ് മാതൃക കാണിച്ചു. അവിടുന്ന് പാപമില്ല എങ്കിലും മാതൃകയാകുന്നതിന് വേണ്ടി സ്നാനമേറ്റ് മാതൃക കാണിച്ചു. അങ്ങനെ സകല നീതി നിവർത്തിച്ചുകൊണ്ട് യേശു പരസ്യമായ ദൗത്യം ആരംഭിച്ചു. കർത്താവ് സ്നാനമേറ്റ് പരസ്യമായ ദൗത്യം ആരംഭിച്ചിട്ട് ചെയ്ത ചില പ്രധാന കാര്യങ്ങൾ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠ പ്രമാണം നമുക്ക് നൽകി തന്നു. അതെപ്പോഴും നമ്മൾ ഓർക്കണം. പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠമായ പ്രമാണം, ജീർണതയില്ലാത്ത പ്രമാണം, നീക്കം വരാത്ത പ്രമാണം, നിത്യമായ പ്രമാണം, പുതിയ പ്രമാണം നമുക്ക് നൽകി തന്നു തന്റെ പ്രസംഗത്തിൽ കൂടെയും പഠിപ്പിക്കലിലൂടെയും. അത് മാത്രമല്ല, കർത്താവ് അന്നത്തെ രോഗികളെ സൗഖ്യമാക്കി അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ ഒന്ന് പുതിയ പ്രമാണം നൽകി, മറ്റൊരു കാര്യം ജനത്തിന്റെ ആവശ്യത്തിന് മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ! തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അത് പച്ചവെള്ളം വീഞ്ഞാക്കിയതുണ്ട്, വെള്ളത്തിന്മേൽ നടന്നതുണ്ട്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുകൊണ്ട് തന്റെ പ്രവൃത്തികളിൽ കൂടെ മഹത്വം വെളിപ്പെടുത്തി. ആ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവിന്റെ വരവിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ക്രൂശിലെ മരണമായിരുന്നു, നമുക്ക് വേണ്ടി മരിക്കുക. അവരൊക്കെ വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, അസ്തമിച്ചു, കർത്താവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ശ്രേഷ്ഠ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ! കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും പാപശിക്ഷകളും അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് പകരമായിട്ടാണ് ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ! അതുകൊണ്ട് കർത്താവിന്റെ മരണത്തെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന എബ്രായർ 9:26 മറക്കാതിരിക്കുക. പാപപരിഹാരയാഗമാണ് യേശുവിന്റെ മരണം. പാപപരിഹാരയാഗമാണ്. യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ മറക്കാതിരിക്കുക. നമുക്ക് പകരം അവിടുന്ന് മരിച്ചു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. അപ്പോൾ യേശുവിന്റെ മരണം എന്ത് മരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപപരിഹാരയാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പകരമുള്ള മരണമാണ്. ഹല്ലേലൂയ! അങ്ങനെ കർത്താവ് ക്രൂശിൽ മരിച്ചു. ആ മരണത്തിന്റെ തലേന്നത്തെ രാത്രിയില് കർത്താവ് പെസഹയ്ക്ക് ശേഷം മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് പുതിയൊരു കാര്യം പുതിയ നിയമസഭയ്ക്ക് നൽകേണ്ടതിനായി അവിടുന്ന് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ മേശ. അപ്പോൾ കർത്താവിന്റെ മേശ മനുഷ്യൻ സ്ഥാപിച്ചതല്ല, പാസ്റ്റേഴ്സ് സ്ഥാപിച്ചതല്ല, ഒരു സഭകൾ സ്ഥാപിച്ചതല്ല, യേശു സ്ഥാപിച്ചതാണ്. കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ മേശ. അന്ന് കർത്താവിന്റെ മേശ കർത്താവ് സ്ഥാപിക്കുമ്പോൾ കർത്താവ് 2 കാര്യങ്ങൾ അവരുടെ മുൻപിൽ പറയുകയാണ്. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പോൾ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നുറുക്കപ്പെട്ട ശരീരം, ആ ശരീരത്തെ ഓർക്കുവാനാണ് നാം അപ്പം ഭക്ഷിക്കുന്നത്. നുറുക്കപ്പെട്ട ശരീരം. ഹല്ലേലൂയ! ഈ നുറുക്കപ്പെട്ട ശരീരം നമ്മൾ ഓർക്കണം. അപ്പം ഭക്ഷിക്കുമ്പോൾ കേവലം ഒരു ഭക്ഷണ വസ്തു ഭക്ഷിക്കുന്നു എന്നുള്ള ലാഘവത്തോടാകരുത്. യേശുവിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയാണ്. അത് ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് ഭക്ഷിക്കാൻ. ഹല്ലേലൂയ! അത് ഓർത്തോണം. കർത്താവിനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു. 1-2 മുറിവുകളൊന്നുമല്ല കർത്താവ് ഏറ്റത്. കൂർത്ത മുള്ളുകൾ, ആ മുള്ളുകൾ കൊണ്ടുണ്ടാക്കി കിരീടം യേശുവിന്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ചപ്പോൾ തല മുഴുവൻ മുറിവുകൾ ഉണ്ടായി. ആ മുറിവുകൾ കൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. യേശുവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ ഇടികൊണ്ട് മുറിവുകൾ ഉണ്ടായി. യേശുവിന്റെ കന്ന തടിച്ചപ്പോൾ ആ അടികൊണ്ട് യേശുവിന്റെ ആ കന്നം മുറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ! റോമൻ ചാട്ടവാറുകൊണ്ട് യേശുവിനെ അടിച്ചപ്പോൾ ആ തിരുശരീരം നുറുക്കപ്പെട്ടു. സത്യത്തിൽ 10,000 സുന്ദരന, പക്ഷെ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യനാണെന്ന് പോലും പറയത്തില്ല. അത്രയ്ക്ക് അടിച്ചു നുറുക്കി മാംസം മുഴുവൻ അവര് തകർത്ത് കളയുക. ആ ഓരോ അടിയും എന്റെ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയാണ്. അത് നമ്മുടെ മേൽ തന്നിരുന്നെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ജീവിക്കുവാൻ കഴിയത്തില്ല, നാം നരകത്തിലേക്ക് പോയേനെ. എന്നാൽ അത് നമ്മുടെ മേൽ തരാതെ അവിടുന്ന് ആ അടികളെല്ലാം ഏറ്റെടുത്തു. ഹല്ലേലൂയ! അങ്ങനെ 100 കണക്കിന് നുറുക്കപ്പെട്ട മാംസ കഷ്ണങ്ങളെ തെറിച്ചു പോകുകയാണ്. ഹല്ലേലൂയ! ആ കുരിശു പോലും ചുമക്കുവാൻ കഴിയാതെ വണ്ണം ശീമോൻ എന്ന് പറയുന്ന ഒരുവൻ വയലിൽ കയറി വന്നപ്പോൾ അവനെ കൊണ്ടാണ് ക്രൂശ് ചുമപ്പിക്കുന്നത്. ഗോൽഗോഥാ മലയുടെ മുകളിലെ കർത്താവ് നമുക്ക് പകരമായി 2 കള്ളന്മാരുടെ നടുവിലെ 3 ആണികളിൽ കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ! കരങ്ങളിൽ ആണികൾ അടിച്ചു, കാലുകളിൽ ആണികൾ അടിച്ചു, ശരീരം മുഴുവൻ നുറുക്കപ്പെട്ടു, ശരീരം മുഴുവൻ തകർക്കപ്പെടുവാനിടയായി തീർന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആ ക്രൂശിലേക്ക് നോക്കാം. ഹല്ലേലൂയ! ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ! കർത്താവ് നമുക്ക് വേണ്ടി മുറിവുകളും, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി